ശിവൻകുട്ടിക്ക് ആര്യ രാജേന്ദ്രനെ കണ്ണടത്താൽ കണ്ടൂടാ. അത് ശിവൻകുട്ടിക്ക് മാത്രമല്ല, CPM-ലെ നേതാക്കൾക്കും അങ്ങനെ തന്നെയാണ്. BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. കാരണം ശിവൻകുട്ടി ഇപ്പോൾ തോറ്റ് വീട്ടിലിരിക്കാനുള്ള കാരണവും ആര്യ രാജേന്ദ്രൻ തന്നെയാണ്. കൂടാതെ തിരുവനന്തപുരം നഗരസഭ CPM-ന്റെ കയ്യിൽ നിന്നും പോയതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണക്കാരിയും ആര്യ രാജേന്ദ്രൻ തന്നെയാണ്. നിലവിൽ എന്താണ് സംഭവം? തിരുവനന്തപുരം സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റാകാനുള്ള ആര്യ രാജേന്ദ്രന്റെ മോഹത്തെ ശിവൻകുട്ടിയും ജോയും കടകംപള്ളിയും ഇപ്പോൾ മൂളയിലെ നുള്ളിക്കളഞ്ഞിരിക്കുകയാണ്. ഡിവൈഎഫ്ഐയിൽ ഒരു വനിതാ നേതാവ് വരുന്നു എന്നൊരു വാർത്ത കേട്ടപ്പോൾ തന്നെ ആര്യ രാജേന്ദ്രൻ നേരെ കോഴിക്കോട് നിന്ന് തിരുവനന്തപുരത്തേക്ക് എത്തി സെക്രട്ടേറിയറ്റിൽ ഡിവൈഎഫ്ഐ നടത്തിയ ഒരു സമരത്തിലൊക്കെ വന്ന് മുദ്രാവാക്യം വിളിക്കുന്ന ഒരു കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ യഥാർത്ഥത്തിൽ സംഭവിച്ചത് മറ്റൊന്നായിരുന്നു. ഈ MV ഗോവിന്ദന്റെ മനസ്സിൽ സ്വപ്നം കണ്ടത് ചിന്താ ജെറോമിനെയായിരുന്നു. സംസ്ഥാന തലത്തിൽ മുഹമ്മദ് റിയാസിന്റെ പിന്തുണയിൽ സംസ്ഥാന പ്രസിഡന്റ് ആകണമെന്ന് കരുതിയപ്പോഴും വെട്ടാൻ ഗോവിന്ദൻ ആയുധവുമായി എത്തി. 37 വയസ്സുകാരനായ വിജിന് പുതിയ 38 വയസ്സ് പ്രായപരിധി മാനദണ്ഡം പൂർണ്ണമായും അനുകൂലമായി. ആര്യ രാജേന്ദ്രനെ സംസ്ഥാന പ്രസിഡന്റ് പദവിയിൽ കൊണ്ടുവരാൻ റിയാസിന്റെ നീക്കമാണ് ഗോവിന്ദൻ തകർത്ത് തരിപ്പണമാക്കിയത്. മുൻ മന്ത്രി റിയാസിന്റെ കടുത്ത പിന്തുണയോടെ സംസ്ഥാന തലപ്പത്തേക്ക് എത്താമെന്ന ആര്യയുടെ എല്ലാ വ്യാമോഹങ്ങളും എല്ലാ പ്രതീക്ഷകളുമാണ് MV ഗോവിന്ദൻ തകർത്ത് തരിപ്പണമാക്കിയത്. സംഘടനാ രംഗത്ത് ദീർഘകാലത്തെ അനുഭവ സമ്പത്തുള്ളവരെ തഴഞ്ഞ് ആര്യയെ ആ ഒരു അമരത്തേക്ക് കൊണ്ടുവന്നാൽ അത് പാർട്ടിയിൽ വരും നാളുകളിൽ തെറ്റായ ഒരു സന്ദേശമായിരിക്കും നൽകാൻ പോവുക എന്ന് പാർട്ടി സെക്രട്ടറിയുടെ താക്കീത് ഉണ്ടായി. മുമ്പ് തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിലും ആര്യയെ ജില്ലാ പ്രസിഡന്റാക്കാൻ അണിയറ നീക്കങ്ങൾ നടന്നിരുന്നു. എന്നാൽ V ശിവൻകുട്ടി, കടകംപള്ളി സുരേന്ദ്രൻ, V ജോയ് എന്നിവരടങ്ങുന്ന തലസ്ഥാനത്തെ ഈ ത്രിമൂർത്തികൾ ഈ സഖ്യത്തെ അതായത് കടുത്ത നിലപാടുമായി രംഗത്ത് വരികയായിരുന്നു. പ്രാദേശിക നേതാക്കളുടെ എതിർപ്പ് വകവയ്ക്കാതെ ആര്യയെ കൊണ്ടുവരുന്നത് വിപരീത ഫലം ചെയ്യുമെന്ന വികാരം ഉയർന്നതോടെ VS ശ്യാമയെ ജില്ലാ പ്രസിഡന്റായി തെരഞ്ഞെടുക്കാനാണ് ഉണ്ടായത്. ജില്ലാ തലത്തിൽ ലഭിച്ച ഈ തിരിച്ചടിയാണ് സംസ്ഥാന തലത്തിലും ആര്യയ്ക്ക് തിരിച്ചടിയത്. സംസ്ഥാന നേതൃത്വത്തിലേക്കുള്ള ആര്യയുടെ വരവിനെ പ്രതിരോധിക്കാൻ വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളിലെ ദീർഘകാല പാരമ്പര്യം ചൂണ്ടിക്കാട്ടിയാണ് MV ഗോവിന്ദൻ ചിന്താ ജെറോമിന് വഴി തുറന്നത്. റിയാസ് ഗ്രൂപ്പിന്റെ പിന്തുണയോടെ പാർട്ടിയിലെ പാരമ്പര്യത്തെ മറികടക്കാൻ നടത്തിയ ശ്രമങ്ങൾ ഗോവിന്ദന്റെ കടുത്ത ഇടപെടലോടെ തകരുകയായിരുന്നു. ഇതോടെ സംഘടനയിൽ സ്വാഭാവിക വളർച്ച നേടിയവർക്ക് മുൻഗണന ലഭിച്ചുവെന്ന വിലയിരുത്തലാണ് ഉണ്ടായത്. പ്രബല ഭാഗത്തിലുള്ളത് ഇതിനൊപ്പം ഡിവൈഎഫ്ഐ ഭാരവാഹികളുടെ പ്രായപരിധി 38 വയസ്സായി കർശനമായി നിശ്ചയിച്ചതോടെ 37-കാരനായ M വിജിൻ MLA സംസ്ഥാന സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടു. പുതിയ പ്രായപരിധിയും മാനദണ്ഡം വിജിന് പൂർണ്ണമായും അനുഗ്രഹമായി മാറുകയാണ്. കല്യാശ്ശേരിയിൽ നിന്നുള്ള MLA ആയ വിജിൻ SFI സംസ്ഥാന സെക്രട്ടറിയായും അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറിയായും പ്രവർത്തിച്ച് സംഘടനാ മികവ് തെളിയിച്ചിട്ടുള്ള നേതാവാണ്. ആര്യ രാജേന്ദ്രനെ ഡിവൈഎഫ്ഐ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റാക്കാനുള്ള നീക്കം പരാജയപ്പെട്ടതും തുടർന്ന് സംസ്ഥാന പ്രസിഡന്റ് പദവിയിലേക്കുള്ള ശ്രമം MV ഗോവിന്ദൻ വെട്ടിയതും CPM-ൽ വിഭാഗീയത ആ ഒരു സമവാക്യങ്ങളെ ചൊല്ലിയുള്ള വലിയ ചർച്ചകൾക്കാണ് വഴി തുറന്നിട്ടുള്ളത്. വ്യക്തിപരമായ പിന്തുണ കൊണ്ട് മാത്രം പാർട്ടി സംഘടനകളുടെ അമരത്തേക്ക് പെട്ടെന്ന് ഉയർന്നു വരാനാകില്ല എന്ന ശക്തമായ മുന്നറിയിപ്പാണ് ഈ നീക്കങ്ങളിലൂടെ പാർട്ടി നേതൃത്വം നൽകുന്നത്. തലസ്ഥാനത്തെ ഗ്രൂപ്പ് സമവാക്യങ്ങളിൽ ശിവൻകുട്ടിയും അതോടൊപ്പം തന്നെ കടകംപള്ളിയും ജോയും കാണിച്ച ഉറച്ച നിലപാടും സംസ്ഥാന തലത്തിൽ MV ഗോവിന്ദൻ നടത്തിയ ഇടപെടലും ആര്യയ്ക്ക് അവരെ പിന്തുണയ്ക്കും എന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങളെത്തി. പക്ഷേ MV ഗോവിന്ദനായിരുന്നു അവസാനത്തെ വാക്ക്. മേയർ പദവിയിലിരിക്കെ ഉയർന്നു വന്ന നിരവധി വിവാദങ്ങളും സംഘടനാ തലത്തിൽ ആര്യയ്ക്ക് കനത്ത തിരിച്ചടിയായി മാറിയെന്ന ഒരു വിലയിരുത്തലുണ്ട്. SFI കാലഘട്ടം മുതൽ പോരാട്ടവീര്യം തെളിയിച്ച വിജിന്റെ വരവും ചിന്താ ജെറോമിന്റെ സംഘടനാ പാരമ്പര്യവും ഡിവൈഎഫ്ഐ ഒരു പുതിയ ദിശാബോധത്തിലേക്ക് നയിക്കുമെന്ന് പാർട്ടി അനുകൂലികൾ പ്രതീക്ഷിക്കുന്നു. പാർലമെന്ററി രംഗത്തും സംഘടനാ രംഗത്തും ഒരുപോലെ തിളങ്ങിയ വിജിന്റെ ജനപ്രീതി സംഘടനയ്ക്ക് വരും ദിവസങ്ങളിൽ കൂടുതൽ ആവേശം പകരും. തിരുവനന്തപുരത്ത് നേരിട്ട തിരിച്ചടിക്ക് ശേഷം സംസ്ഥാന അമരത്തേക്ക് എത്താമെന്ന ആര്യയുടെ മോഹങ്ങൾക്ക് പൂട്ടുവീണതോടെ ഡിവൈഎഫ്ഐയുടെ അടുത്ത ഭാരവാഹിത്വത്തിൽ നിന്നും ആര്യ രാജേന്ദ്രൻ പൂർണ്ണമായും പുറത്താകുന്ന കാഴ്ചയാണ് കേരള രാഷ്ട്രീയം സാക്ഷ്യം വെച്ചത്.